കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ വൻകൃപ തന്നിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരവസരം കൊണ്ട് ദാനമായി തന്നല്ലോ. അപ്പോൾ ഈ നല്ല ദിവസത്തിൽ സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ. അപ്പൻ്റെ പാദപീടെ കടന്നു വരുവാനും സഹായിച്ചല്ലോ. നന്ദിയപ്പാ, നന്ദി നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ രാത്രി കാലം മുഴുവൻ അത്ഭുത അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. സ്തോത്രം 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 സ്തോത്രം. നന്ദി നന്ദി കർത്താവേ, നന്ദി. ഇന്ന് പകൽക്കാലം ഹാലലും ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണം. ആമേൻ. ജീവനും ഭക്തിക്ക് വേണ്ടുന്ന തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, അങ്ങയുടെ പാദാന്ത്യം ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിച്ചു തരികയാണ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ല കർത്താവേ. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ യന്ത്രക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ, അവരെ വളർത്തി തരണേ. കൃപയിൽ വളരണമപ്പാ, ആലോചനയിൽ വളരണമപ്പാ. ബുദ്ധി ജ്ഞാനവും നൽകണമേ. പഠനത്തെ മാനിക്കണമേ. പരീക്ഷയിലൊക്കെ കൂടെ ഇരിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുവാനും വളരുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണരുതേ അപ്പാ, ദുഷ്ടപിശാചി തുടരുതേ. കാൽവരത്താൽ ഉപദ്രവിക്കണമേ അപ്പാ. നിൻ്റെ കൃപയിൽ അവരെ കരം പിടിച്ച് നടത്തിക്കൊള്ളണം. അവിടുത്തെ ആലോചനയിൽ അവരെ നടത്തുമാറാകണം. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ച് കൊടുക്കരുതേ. ഹരിതാത്ത വഴികളിലൊന്നും കർത്താവേ ഹല്ലേലൂയ അനുഗമിക്കാൻ അനുവദിക്കാതെ സ്വർഗം കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. എൻ്റെ ദൈവമേ, വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. BSc നഴ്സിങ്ങിന്, എൻജിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ. എൻ്റെ കർത്താവേ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, എല്ലാ പരീക്ഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണമപ്പോൾ അവരെ ജയത്തോടെ നടത്തണമേ. അവരാഗ്രഹിച്ച സ്ഥാനത്ത് എത്തിക്കണമേ. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അവരുടെ പഠനത്തെ സ്വർഗം മാനിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളെ കർത്താപ്പച്ചനെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹം നിവർത്തിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നിലവാരത്തിൽ അവരെ ഉയർത്തിയെടുക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാ ജയവും അനുഗ്രഹവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ട് കർത്താവെ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഒരുത്തും ജാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. നാടും വീടും വിട്ട് മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്തു നിന്നായിരിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം പരിപാലിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന മക്കളെ താങ്ങിക്കൊള്ളണമേ. ബന്ധപ്പാടുകളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന പല കുഞ്ഞുങ്ങളും പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്നു. എല്ലാവർക്കും ആരോഗ്യവും ബലവും കൊടുക്കണം. ഭക്ഷണം വസ്ത്രം കൊടുക്കണം. നല്ല ഹാലലി സമാധാനം അവർക്ക് കൊടുക്കണം. ജോലി ചെയ്യാനുള്ള ബുദ്ധിജ്ഞാനവും കൊടുക്കണം. കർത്താവരെ സഹായിക്കണമേ. അങ്ങനെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. ഓരോ ഇടങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം വേണമപ്പ, സമാധാനം വേണം കർത്താവ്, സൗഖ്യം വേണമപ്പ, ബുദ്ധിയും ആലോചനയും വേണമപ്പ. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ പ്രതിഫലം കൊടുത്തും മാനിക്കണമേ കർത്താവ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ കർത്താവ്. മനസ്സലിനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പാ ദൈവമേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നവരെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ.
എൻ്റെ കർത്താവെ കൊച്ചു പൈതങ്ങളെയൊക്കെ വളർത്തിത്തരണം, ബാലപീഠം എന്നെല്ലാം വിടുവിച്ചു കൊള്ളുമാറാകണം. നാഥ ഈ സമയം ഹാലലുയ കർത്താവ് ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗ്ഗം അവരെ കരുതിക്കൊള്ളുമാറാകണമേ. അപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട്, വിവാഹത്തിന് ഹാലലി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. സ്വർഗ്ഗം അവരെ കരുതണേ, അവർക്ക് തക്ക തുണ ഒരുക്കണേ, അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണേ. അവരുടെ മാതാപിതാക്കളോട് മനസ്സറിയണമേ, അവരുടെ കണ്ണുനീരിന് മറികടക്കരുതേ. കർത്താവെ അത്ഭുതം പ്രവർത്തിച്ചാട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ. പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പോൾ, ജോലി ചെയ്യേണ്ട മക്കളുണ്ടപ്പോൾ, യാത്ര ചെയ്യേണ്ട മക്കളുണ്ടപ്പോൾ, അവരെ ഉള്ളംകലത്തിൽ വഹിക്കണമേ. പല അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളപ്പോൾ നീരെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസന്തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണേ. ഊനമില്ലാത്ത കുഞ്ഞിനെ കൊടുത്ത് സഹായിക്കണമെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം അപ്പാ, സ്തോത്രം. ദൈവമായ കർത്താവേ ഈ സമയത്ത് ഹാലലുയ കർത്താവ് ഭവനമില്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലചായ്പാൻ തൻ്റെ മക്കൾക്ക് ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ അനുഗ്രഹിക്കണേ. എല്ലാം കർത്താവ് പൂർത്തീകരിച്ച് പാർക്കാൻ തക്കണേ ഇടയാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവ് ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗ്ഗം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെയും കുടുംബത്തെയും സമർപ്പിക്കട്ടെ. സ്വർഗം മാനിക്കണം, അത്ഭുതം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ കുടുംബസമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ടപ്പോൾ അവരെ സമർപ്പിക്കുകയപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അവിടുത്തെ സമാധാനം ഓരോ കുടുംബത്തിലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻകോപ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട് താഴ്മയോടും ദൈവസ്നേഹത്തോടും ദൈവഭയത്തോടും ജീവിപ്പാൻ ഓരോ കുടുംബത്തെയും ഇടയാക്കണമേ. അവരുടെ നടുവിൽ വേദനിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പോൾ അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ കർത്താവേ സ്തോത്രം. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുമായി കഴിയുന്ന അനേക ജീവിതങ്ങൾ, അനേക വിഷയങ്ങളുണ്ടപ്പോൾ എൻ്റെ പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. നാഥ വിടുവിക്കുന്നവൻ നീ മാത്രമാ. സകല വേദനകൾക്ക് അറുതി വരുത്തുവാൻ കഴിവുള്ള അപ്പച്ചൻ അവിടുന്ന് ഉള്ളങ്ങളെ അറിഞ്ഞ് സഹായിക്കണമേ. ഭവനങ്ങളുടെ അവസ്ഥയറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹാലേലുയ തകർച്ചയുടെ വക്കിലായിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹാലേലുയ കർത്താവേ സ്തോത്രം, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നപ്പ, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഓർക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരെ യോഗ്യരാക്കണമേ. യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ യാത്രകളിലും കൂടിയിരിക്കണം, സുരക്ഷിതമായി എത്തിച്ചേരണം. എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും ഓരോ മക്കൾക്കും കൊടുത്ത് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിമധ്യേ ആരും വലയുവാനും ഭാരപ്പെടുവാനും സമ്മതിക്കല്ലേ കർത്താവേ. ഹാലലുയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. സമയം ഹാലലുയ കർത്താവേ. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ കൊണ്ടു തരുന്നപ്പാ, ഞങ്ങളുടെ രോഗികളെ സൗഖ്യപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലും ആശുപത്രി മുറികളിലുമായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, എൻ്റെ കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, എൻ്റെ കർത്താവ് തൈറോയിഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പനിയാൽ, ചുമയാൽ, ഹാലലിയ പകർച്ചബാധയാൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അയക്കണമേ. ഓരോ കുടുംബങ്ങളുമേ വ്യക്തികളുടെ മേൽ അയക്കണേ അപ്പാ. എൻ്റെ കർത്താവിൻ്റെ സൗഖ്യം ഞങ്ങൾക്ക് വേണമപ്പാ. നീ അവിടുത്തെ തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ കർത്താവേ സ്തോത്രം, സ്തോത്രം. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയുമുള്ളവരെ ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുള്ളവരെ, ഹാലേലൂയ നടക്കുവാൻ കഴിവില്ലാത്തവർ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവെ വീൽചെയറിലും കിടക്കയിലുമായിരിക്കുന്ന അനേകരെ എൻ്റെ ദൈവമേ ഏൽപ്പിച്ചു തരുന്നു. സ്വന്തം കാര്യം തീർപ്പാനുള്ള ബലം കൊടുക്കണമേ. മാതാപിതാക്കൾ കുഴിഞ്ഞ് കർത്താവെ, അവർ മടുത്ത് കർത്താവെ, അവർക്ക് ബലം നഷ്ടപ്പെട്ട് കർത്താവ് ഒരു വാർദ്ധക്യത്തിലായതുകൊണ്ട് കർത്താവ് ഉള്ള അവസ്ഥകളെ ഉള്ളതുപോലെ അറിഞ്ഞ് എൻ്റെ തമ്പുരാൻ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്ന അതാ മനസ്സറിയണം, കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം. ഹാലലുയ അങ്ങ് തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ സൗഖ്യവും വിടുതലും ആശ്വാസവും അടിയങ്ങൾക്കെല്ലാം തന്ന് സഹായിച്ചു കൊള്ളണമേ. ഹാലേലൂയ കർത്താവേ സ്തോത്രം. എല്ലാ രോഗത്തെയും ശാസിക്കണമേ.
എല്ലാ രോഗത്തിനും നല്ല ഔഷധം യേശുവിൻ്റെ രക്തമാകിലേ അതിൽ സുഗന്ധ കുഴമ്പുമുണ്ട്. അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഹാലലിയപ്പാ. ക്ഷീണം ഭാരം മാറ്റണമേ. എല്ലാ കാര്യം ചെയ്താൽ പാങ്കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ ഭവനത്തോട് മനസ്സലിയണമേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തോണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സംരക്ഷിക്കണേ. അനാഥരെയും വിധവകളെയും പരിപാലിക്കണമേ. ഹാലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ യുവാക്കന്മാരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിക്കൊള്ളണമേ. ഹാലേലിയ. സ്വർഗീയ സമാധാനത്താൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. അപ്പം വേല സ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ. സുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്ത് അനേക ആയിരങ്ങളെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ ഓരോ മക്കളെയും ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.